महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. കീചകവധത്തിന് ശേഷം ദ്രൗപദി തന്നെ അവിടുത്തെ നൃത്തശാല പാലകരോട് പറഞ്ഞു, എന്റെ വല്ലഭരായ ഗന്ധർവന്മാർ ഇതാ കീചകനെ കൊന്നിരിക്കുന്നു. കീചകൻ ഇതാ വീണുകിടക്കുന്നു. പരസ്ത്രീകാമിയായ അവനെ നിങ്ങൾ ഒന്ന് ചെന്നു നോക്കുക. ഇങ്ങനെ അവൾ പറഞ്ഞ വാക്ക് കേട്ട് ആ ശാലയുടെ രക്ഷികളായിട്ടുള്ളവർ പെട്ടെന്ന് പാഞ്ഞു ചെന്ന് ചൂട്ട് കത്തിച്ച് കയ്യിൽ വെച്ച് വളരെ പേർ അകത്ത് കടന്നു. മരിച്ചു കിടക്കുന്ന കീചകനെ രക്തത്തിൽ മുഴുകിയ മട്ടിൽ ഭൂമിയിൽ കിടക്കുന്നതായി കണ്ടു. അതേസമയം അവർ അത്ഭുതപ്പെട്ടത് ഈ ശരീരത്തിൽ തലയില്ല, കൈകളില്ല, കാലുകളില്ല. ഇതൊക്കെ എവിടെ പോയി? കാരണം ഭീമനെല്ലാം കുത്തിക്കയറ്റി ഉള്ളിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇതേ സമയം കീചകനെ ഗന്ധർവന്മാർ കൊന്നു എന്ന വൃത്താന്തമറിഞ്ഞ് അവന്റെ ബന്ധുക്കളെല്ലാം അവൻ മരിച്ചു കിടക്കുന്ന ദിക്കിൽ വന്ന് നോക്കി. എല്ലാവരും ആകെ നിലവിളിയും ബഹളവുമായി. അതേസമയം അവിടെ അകലെയല്ലാതെ ഒരു തൂണ് ചാരി നിൽക്കുന്ന കൃഷ്ണയെ ഈ കീചകന്റെ സഹോദരന്മാർ കണ്ടു. അവർ ഉച്ചത്തിൽ അലറി, കീചകൻ ചാകുവാൻ ഇവളാണ് കാരണം, ഉടനെ ഇവളെ കൊല്ലണം, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുകയല്ല വേണ്ടത്, ഇവളെ കാമിച്ച കീചകനോടൊപ്പം ചുട്ടുകളയുക. മരിച്ചു കഴിഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ ജ്യേഷ്ഠന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവർ ഓടിച്ചെന്ന് വിരാട രാജാവിനോട് സമ്മതം ചോദിച്ചു. കീചകൻ മരിച്ചത് സൈരന്ധ്രി കാരണമാണ്, അതുകൊണ്ട് ചത്ത കീചകനോടൊപ്പം ചേർത്ത് കെട്ടി ഇവളെയും ചുടണം രാജാവേ, സമ്മതം തരിക. സൂതന്മാരുടെ വിക്രമം കണ്ട് രാജാവ് അതിനനുവദിച്ചു. ഓടിച്ചെന്ന് പേടിച്ചു വിറയ്ക്കുന്ന കൃഷ്ണയെ മോഹാലസ്യപ്പെടുമാറ് ആ ഉപകീചകന്മാർ പിടികൂടി. അവളെയും കൂടി കീചകന്റെ ശവത്തോടൊപ്പം വെച്ചുകെട്ടി സുന്ദരിയായ അവളെ ചുടുകാട്ടിലേക്ക് എടുത്തുകൊണ്ട് നടന്നു. സൂതപുത്രന്മാർ അവളെ പിടികൂടി കൊണ്ടുപോകുമ്പോൾ അവൾ ഉറക്കെ നിലവിളിച്ചു. കാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ഇവർക്കൊക്കെ ഒരു പേരിട്ടിരുന്നു. ആ പേരാണ് ദ്രൗപദി ഉച്ചത്തിൽ വിളിച്ചത്. ജയാ, ജയന്ത, വിജയ, ഇങ്ങനെ വിളിച്ച് അവൾ നിലവിളിക്കുകയാണ്. എന്നെ ഇതാ ഈ സൂതജന്മാർ കൊണ്ടുപോകുന്നു. അല്ലയോ ഗന്ധർവന്മാരെ, ബലശാലികളെ, നിങ്ങൾ കേൾക്കണേ, എന്നെ ഇതാ സൂതപുത്രന്മാർ കൊണ്ടുപോകുന്നു. ഇങ്ങനെ കൃഷ്ണ സങ്കടപ്പെട്ട് വിലപിക്കുന്ന വാക്കുകൾ കേട്ട് ഉടനെ ഭീമസേനൻ പാഞ്ഞെത്തി. ഭീമസേനൻ പറഞ്ഞു, ഭയപ്പെടേണ്ട സൈരന്ധ്രി, നീ പറയുന്ന വാക്ക് ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭീമൻ ഒരു കൂട്ടക്കൊല നടത്തുവാൻ തന്നെ തീരുമാനിച്ചു. ഉടനെ തന്നെ തന്റെ വേഷമൊന്നു മാറ്റി ദേഹം തളർത്തി വാതിൽക്കൽ കൂടിയല്ലാതെ പുറത്തേക്ക് കടന്നു. ഭീമസേനൻ ക്ഷണത്തിൽ മതിൽ ചാടിക്കടന്നു. ആ കീചകന്മാർ പോയ ചുടുകാട്ടിലേക്ക് കുതിച്ചു പാഞ്ഞു. മതിൽ ചാടിക്കടന്ന് നഗരം വിട്ടുപോന്ന അവൻ ക്ഷണത്തിൽ സൂതന്മാരുടെ മുമ്പിലെത്തി. ചുടുകാടിനടുത്തെത്തിയപ്പോൾ അവിടെ ഒരു വലിയ മരം കണ്ടു. പന പോലെ വളർന്നതും വലിയ കൊമ്പുള്ളതുമായിട്ടുള്ള ആ വൃക്ഷം ഒരാനയെപ്പോലെ ആ മരത്തെ അവൻ ചുറ്റിപ്പിടിച്ചു. 10 കോൽ പൊക്കമുള്ള ആ മരം പറിച്ച് തോളിൽ വെച്ചു. ഇങ്ങനെ ദണ്ഡേന്തിയ അന്തകനെ പോലെ ഭീമൻ ആ സൂതന്മാരോട് എതിർത്തു. അവൻ പായുന്ന പാച്ചിലിൽ വായു തട്ടി അവിടെയുള്ള മറ്റു മരങ്ങളൊക്കെ കടപുഴകി വീണു. ഇങ്ങനെ ഗന്ധർവൻ എന്ന് തന്നെയാണ് അവരൊക്കെ വിചാരിക്കുന്നത്. ഗന്ധർവനാണ് ഈ ഓടി വരുന്നത് എന്ന് വിചാരിച്ച് അവരെല്ലാം പേടിച്ചുപോയി. അങ്ങനെ ശക്തനായ ഗന്ധർവൻ ഇതാ വൃക്ഷവും പറിച്ചു വരുന്നു, ഇതാ വരുന്നു, നമ്മൾക്ക് ആപത്തുണ്ടാക്കിയ സൈരന്ധ്രിയെ ഉടനെ വിടുക. ഭീമൻ ആ വൃക്ഷവും വീശി വരുന്നത് കണ്ട് ഉടനെ കൃഷ്ണയെ വിട്ട് അവർ ഓടി. എന്നാൽ ഓടുന്ന ആ ഉപകീചകന്മാരെ 105 പേർ 105 പേരെയും ഭീമൻ ആ മരം കൊണ്ട് കാലപുരിക്കയച്ചു. പിന്നെ പാഞ്ചാലിയെ കെട്ടഴിച്ചു വിട്ട് അവളെ ആശ്വസിപ്പിച്ചു.
മഹാബലവാനായ ഭീമൻ അവരുടെ മുഖത്ത് കണ്ണുനീർ കണ്ട് ശത്രുക്കളുടെ നേർക്ക് ക്രുദ്ധനായിട്ട് ഇപ്രകാരം പറഞ്ഞു, കുറ്റമില്ലാത്ത നിന്നെ ഉപദ്രവിക്കുന്നവരെ ഇങ്ങനെ ഞാൻ കൊന്നുകളയും കൃഷ്ണേ, ഭയപ്പെടേണ്ട, നീ നഗരത്തിലേക്ക് പോവുക. അങ്ങനെ അവിടെ വെച്ച് ആ 105 പേരെയും ഭീമൻ കൊന്നുകളഞ്ഞു. അവരൊക്കെ കിടക്കുന്നത് കണ്ടാൽ മരം വെട്ടിയിട്ട കാടുപോലെ തോന്നും എന്നാണ് ഇവിടെ വൈശമ്പായന മഹർഷി പറയുന്നത്. ഈ വാർത്ത കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നാൽ ആർക്കും ഒന്നും മിണ്ടാൻ ധൈര്യമുണ്ടായില്ല. സൂതന്മാരെ എല്ലാം ഗന്ധർവൻ കൊന്നുകളഞ്ഞു. ഇങ്ങനെയാണ് ആ വാർത്ത പരന്നത്. ഇങ്ങനെ ജനങ്ങൾ ഓടിച്ചെന്ന് രാജാവിനോട് വിവരമുണർത്തിച്ചു. അയ്യോ, ആ സൈരന്ധ്രി കാരണമാണ് ഇവരൊക്കെ മരിച്ചു വീണത്. അതുകൊണ്ട് ഇനി സൈരന്ധ്രിയെ ഈ കൊട്ടാരത്തിൽ വാഴിക്കരുത്. ഗന്ധർവന്മാരാണെങ്കിൽ ബലശാലികളുമാണ്, പുരുഷന്മാർക്കാണെങ്കിൽ അവളെ കണ്ടാൽ നോക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ പുരി നശിക്കാത്ത വിധത്തിൽ ഭവാൻ നീതി ചെയ്യണമെന്ന് ജനങ്ങളൊക്കെ വിരാട രാജാവിനോട് അഭ്യർത്ഥിച്ചു. അവർ പറഞ്ഞ വാക്ക് കേട്ട് വിരാടൻ പറഞ്ഞു, എല്ലാ സൂതരെയും ഒന്നിച്ച് ചിതയിൽ ദഹിപ്പിക്കുക. എന്നിട്ട് സുദേഷ്ണയോട് പറഞ്ഞു, സൈരന്ധ്രി വന്നാൽ ഞാൻ പറഞ്ഞതായി പറയണം, നീ യഥേഷ്ടം പൊയ്ക്കൊള്ളുക എന്ന് ആ സൈരന്ധ്രിയെ നീ പറഞ്ഞയക്കണം. ഗന്ധർവന്മാർക്കാക്കുന്ന സൈരന്ധ്രിയോട് എനിക്ക് സംസാരിക്കാൻ ഭയമാണ്. അതായത് വിരാട രാജാവ് പോലും പേടിച്ചുപോയി. ഇങ്ങനെ സൂതപുത്രന്മാരെയൊക്കെ കൊന്ന് ഭീമൻ മോചിപ്പിച്ചയച്ച കൃഷ്ണ ഭയം തീർന്ന് വിരാടപുരിയിൽ മടങ്ങിയെത്തി. ഒരു മാൻപേടയെപ്പോലെ പേടിച്ചു വിറച്ച് അവൾ ഭയം വിട്ട് വെള്ളത്തിലിറങ്ങി വസ്ത്രവും മെയ്യും കഴുകി ശുചിയാക്കി. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നീട് സൈരന്ധ്രിയെ കാണുന്ന പുരുഷന്മാരൊക്കെ 10 ദിക്കിലേക്കും ഓടാൻ തുടങ്ങി. അവൾ അടുക്കള വാതിക്കൽ വെച്ച് ഭീമസേനനെ കണ്ടു. മെല്ലെ പുഞ്ചിരി തൂകി അവൾ അവനോട് പറഞ്ഞു, എന്നെ മോചിപ്പിച്ചു തന്ന ഗന്ധർവേന്ദ്രനു വന്ദനം. പിന്നീട് സൈരന്ധ്രി അർജുനനെ കണ്ടു. ആ സമയത്ത് വിരാടകന്യകയുടെ നൃത്ത ആചാര്യനായി ആ സമയത്ത് ഇരിക്കുന്ന ബൃഹന്നള കന്യകമാരോടുകൂടി നൃത്തശാലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ആ കന്യകമാർ കൃഷ്ണയെ കണ്ടു. കുറ്റമില്ലാതെ കഷ്ടം അനുഭവിച്ച് അവളെ കണ്ടപ്പോൾ ആ കന്യകമാരൊക്കെ പറഞ്ഞു, ഭാഗ്യം, സൈരന്ധ്രി മുക്തയായി, നീ പുരത്തിലെത്തിയല്ലോ, എന്തായാലും നിന്നെ കുഴക്കിയവരൊന്നും ബാക്കിയില്ല. അപ്പോൾ ബൃഹന്തള ചോദിക്കുകയാണ്, സൈരന്ധ്രി എങ്ങനെ വിട്ടുപോന്നു? എങ്ങനെ ആ ഷഠന്മാർ ചത്തു? ഉണ്ടായതുപോലെ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സൈരന്ധ്രിക്ക് ശരിക്കും ദേഷ്യം വന്നു. കാരണം വേറെ ആരും തന്നെ സഹായിച്ചില്ല, ഭീമൻ മാത്രമേ സഹായിച്ചുള്ളൂ. ഇത്രയും വീരശൂര പരാക്രമികളായ ഭർത്താക്കന്മാരുണ്ടായിട്ട് തനിക്കിങ്ങനെ ഒരു ഗതി വന്നതിന്റെ ആ ദേഷ്യം മുഴുവൻ മുഖത്ത് വരുത്തിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ബൃഹന്നളെ, സൈരന്ധ്രിയെ കൊണ്ട് നിനക്കെന്ത് കാര്യം? നീ സുഖമായിട്ട് ഇവിടെ പാർക്കുകയാണല്ലോ. സൈരന്ധ്രിക്ക് വിഷമം വന്നാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, നിനക്കെന്താണ്? നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? നിനക്ക് ദുഃഖമൊന്നുമില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ബൃഹന്നള പറഞ്ഞു, നീ അറിയണം, ക്ലീബത്വത്തെ അതായത് നപുംസകത്തെ പ്രാപിച്ച എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭവതിക്ക് അറിയുവാൻ കഴിയുന്നില്ല. നീ കുഴങ്ങുന്ന സമയത്ത് നിന്റെ ദുഃഖത്തെ ഓർക്കാത്തവർ ആരാണ്? അന്യന്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്നറിയുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് സൈരന്ധ്രി നിനക്ക് എന്നെ മനസ്സിലാവാതെ പോകുന്നത്. പിന്നീട് കന്യകമാരോടുകൂടി രാജഗൃഹത്തിൽ കടന്ന് സുദേഷ്ണയുടെ സമീപത്തെത്തി. അപ്പോൾ അവളോട് വിരാടൻ പറഞ്ഞ വാക്ക് സുദേഷ്ണ പറഞ്ഞു, സൈരന്ധ്രി, ഇനി നീ ഇവിടെ നിൽക്കേണ്ടതില്ല, വേഗം പൊയ്ക്കൊള്ളൂ. നിനക്ക് എവിടെയാണ് പോകുവാൻ ആഗ്രഹം എന്ന് വെച്ചാൽ പൊയ്ക്കൊള്ളുക. രാജാവിന് നിന്നിൽ ഗന്ധർവബാധയുണ്ടെന്നറിഞ്ഞപ്പോൾ മുതൽ ഭയമാണ്. നീയാണെങ്കിൽ യുവതിയാണ്, വിഷയത്തിൽ ആസക്തരാണ് പുരുഷന്മാർ, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതേസമയം നിന്നെ നോക്കിയാൽ കൊന്നുകളയുമോ എന്ന പേടിയിലാണ് എല്ലാവരും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക. അപ്പോൾ സൈരന്ധ്രി പറഞ്ഞു, ഹേ രാജ്ഞി, എന്നിൽ സ്വാമി പൊറുക്കട്ടെ, ഒരു 13 ദിവസവും കൂടി. കാരണം അപ്പോഴേക്കും ഈ അജ്ഞാതവാസം കഴിയും. അതുകൊണ്ട് ഒരു 13 ദിവസം കൂടി എന്നെ ഇവിടെ നിർത്താൻ അങ്ങേക്ക് കനിവുണ്ടാകണം. ഗന്ധർവന്മാർ കൃതാർത്ഥരായി തീരും, അതിലൊട്ടും ശങ്കിക്കരുത്. അവർ നിങ്ങളെ ആരെയും ഉപദ്രവിക്കില്ല. പിന്നെ നിന്നിൽ ഇഷ്ടം അവർ ചെയ്യുകയും എന്നെ അവർ കൊണ്ടുപോവുകയും ചെയ്യും.
ബന്ധുക്കളോടുകൂടിയ രാജാവിനും ആ ഗന്ധർവന്മാർ ശ്രേയസ്സരുളുന്നതാണ്. ഇതിൽ വിശ്വസിക്കുക, ഇത് തീർച്ചയാണ്. വിരാട രാജാവിന്റെ ശക്തനായ സൈന്യാധിപൻ കീചകൻ മരിച്ച വിവരം അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വിവരം ആ രാജ്യത്ത് മാത്രമല്ല എല്ലായിടത്തും ഉള്ള എല്ലാവരും അറിഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഹസ്തിനാപുരിയിലും ഈ വാർത്തയെത്തി. അപ്പോൾ ഇതിനു മുൻപ് ഈ കൗരവന്മാരുടെ സുഹൃത്തായിട്ടുള്ള ത്രികർത്ത രാജാവ് ഈ വിരാട രാജാവിനെ ആക്രമിക്കാൻ ചെന്നതായിരുന്നു. പക്ഷെ അന്ന് ഈ കീചകൻ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് വിരാട രാജാവിനെ അല്ലെങ്കിൽ ആ രാജ്യത്തെ തോൽപ്പിക്കാൻ സാധിക്കാതിരുന്നത്. അങ്ങനെ ഇവരെല്ലാം ഒത്തുകൂടി. ഇപ്പൊ ചാരന്മാർ ദുര്യോധനനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾ പാണ്ഡവന്മാർ എവിടെയാണ് എന്ന് അന്വേഷിച്ചു, പക്ഷെ ഒരു രക്ഷയുമില്ല, എവിടെയെന്ന് മനസ്സിലാകുന്നില്ല. എല്ലായിടത്തും ഞങ്ങൾ അന്വേഷിച്ചു, ഒരിടത്തും പാണ്ഡവന്മാരെ കണ്ടില്ല. എന്നാൽ മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. അങ്ങയുടെ സുഹൃത്തായ ത്രികർത്തന്മാരെ വധിച്ച മത്സ്യരാജാവിന്റെ സൂതനുമായിട്ടുള്ള കീചകൻ ഇപ്പോൾ വധിക്കപ്പെട്ടിരിക്കുന്നു. അദൃശ്യരായി നിന്ന് ഏതാനും ഗന്ധർവന്മാരാണ് അവനെ കൊന്നുവീഴ്ത്തിയതത്രേ. എന്തായാലും ശത്രുക്കളുടെ പരാജയം ഭവാന് ഇഷ്ടപ്പെട്ട ഒരു വർത്തമാനമാണല്ലോ. കാരണം വിരാട രാജാവിന്റെ ആ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് പണ്ട് മുതലേ ഇവർ ശ്രമിക്കുന്നതാണ്. ഇങ്ങനെ കർണനും ദുശാസനനും ഭീഷ്മരും എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഇവരൊക്കെ കൂടി ആലോചിച്ചു, ഇനി എന്തു വേണം. അങ്ങനെ ഇവർ തീരുമാനിക്കുന്നത് ത്രികർത്ത രാജാവായിട്ടുള്ള സുശർമാദികൾക്ക് വേണ്ടിയിട്ട് വിരാട രാജ്യത്തെ ആക്രമിക്കാൻ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ കർണൻ ഒരു അഭിപ്രായം പറഞ്ഞു. മഹാരഥനായ സുശർമാവ് കരുതിയ ദിക്കിലേക്ക് ത്രികർത്തന്മാരോടുകൂടി വാഹനപൂർണനായി പോകട്ടെ. അവൻ മുമ്പേ തന്നെ മത്സ്യരാജ്യത്ത് ഉറപ്പോടുകൂടെ ചെല്ലട്ടെ. പിറ്റേ നാളിൽ നമുക്കും ചെന്ന് കയറണം. സമൃദ്ധി കൂടിയ മത്സ്യരാജ്യത്ത് ഒത്തുചേർന്ന് ആക്രമണം നടത്തണം. കൂട്ടത്തോടുകൂടി അവർ ചെന്ന് പശുപാലകരായ ഗോപാലന്മാരോടേറ്റ് അനവധി പശുധനത്തെ നേടട്ടെ. ശ്രീഗുണം തികഞ്ഞ 100,000 നല്ല പശുക്കളെ നമുക്കും കൈക്കലാക്കാം. അങ്ങനെ സൈന്യം രണ്ടായി പകുത്ത് ആക്രമണം നടത്താം. ഇങ്ങനെ പക വീട്ടുവാൻ ഒരുങ്ങിയ മഹാബലന്മാരായ ത്രികർത്തന്മാർ സുശർമാവിന്റെ നേതൃത്വത്തിൽ മത്സ്യരാജാവിന്റെ പശുക്കളെ കട്ടെടുക്കാനായിട്ട് കറുത്ത സപ്തമി ദിവസം ചെന്നെതിർത്തു. പിറ്റേ ദിവസം അഷ്ടമി നാൾ കൗരവന്മാരെല്ലാവരും ചേർന്ന് അസംഖ്യം ഗോകുലങ്ങളെ പിടിച്ചു. എന്നാൽ ഈ സംഭവം നടക്കുമ്പോഴേക്കും ഏകദേശം 13ാമത്തെ വർഷം അവസാനിക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അഥവാ പിടിക്കപ്പെട്ടാലും പ്രശ്നമില്ല എന്ന സ്ഥിതിയായി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു യുദ്ധ ആക്രമണം നടന്നപ്പോൾ വിരാട രാജാവിന്റെ സഹായികളായിട്ട് ബൃഹന്നളെ ഒഴിച്ചുള്ള മറ്റ് 4 പാണ്ഡവന്മാരും വിരാട രാജാവിന്റെ കൂടെ ആദ്യം ഈ സുശർമാവിനെ ആക്രമിക്കാനായിട്ട് പോയി. ഇങ്ങനെ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വിരാട രാജാവിനെ സുശർമാവ് പിടിച്ചു വെച്ചത് കണ്ടിട്ട് യുധിഷ്ഠിരൻ ഭീമസേനോട് പറഞ്ഞു, രാജാവിനെ രക്ഷപ്പെടുത്തണം. ഈ വൃക്ഷം എടുത്ത് ഞാൻ അവരെയെല്ലാം ഇല്ലാതാക്കാം. ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമ, അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം വൃക്ഷം കൊണ്ട് യുദ്ധം ചെയ്യുന്നത് ഭീമനാണെന്ന് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക. സാധാരണ ആളുകൾ ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ആയുധം എടുത്ത് നീ യുദ്ധം ചെയ്യുക. യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭീമസേനൻ നല്ല വില്ലെടുത്ത് ശക്തിയോടെ അനുജന്മാരോടുകൂടി ആ ഭീമകർമാവായ സുശർമാവിനോട് ഏറ്റുമുട്ടി. പിന്നീട് സുശർമാവിനെ പിടിച്ചു കെട്ടി യുധിഷ്ഠിരന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നാൽ യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ഭീമ, ഞാൻ പറയുന്നത് നീ പ്രമാണമായിട്ട് എടുക്കുമെങ്കിൽ കേൾക്കുക. ഈ രാജാവ് വിരാട രാജാവിന്റെ ദാസനായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇയാളെ വെറുതെ വിടാം. എന്തായാലും ഇത് കേട്ട് സുശർമാവ് ലജ്ജിച്ച് തല താഴ്ത്തി വിട്ടയച്ച ആ രാജാവിന്റെ നേരെ കൈകൂപ്പി. അങ്ങനെ ആ യുദ്ധം ജയിച്ച യുധിഷ്ഠിരാദികളോട് വിരാടൻ പറഞ്ഞു, എനിക്ക് വളരെയധികം സന്തോഷമായി. എനിക്ക് ഇവിടെയുള്ള രത്നങ്ങളും ധനങ്ങളും ഒക്കെ എങ്ങനെയോ അപ്രകാരം തന്നെ നിങ്ങൾക്കും ഉള്ളതാണ്. നിങ്ങൾ എല്ലാവരും ഇഷ്ടം പോലെ യഥാസുഖം കാര്യങ്ങൾ നിർവഹിക്കുക. ഇപ്രകാരം പറയുന്ന മത്സ്യരാജാവിനോട്
ആ പാണ്ഡവന്മാർ പറഞ്ഞു, രാജാവേ, ഞങ്ങളെല്ലാം ഭവാന്റെ വാക്കിനെ അഭിനന്ദിക്കുന്നു. ശത്രുക്കൾ ഭവാനെ വിട്ട കാര്യം കൊണ്ട് തന്നെ ഞങ്ങൾ തൃപ്തരായിരിക്കുന്നു. ഇങ്ങനെ യുധിഷ്ഠിരനോട് പറഞ്ഞു, വരൂ, ഞാൻ ഭവാനെ രാജാവായി അഭിഷേകം ചെയ്യാം. ഇത് വിരാട രാജാവ് പറയുകയാണ്. ഞങ്ങൾക്കിനി മഹാരാജാവ് ഭവാനാണ്. അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്താണ് ഈ ലോകത്തിൽ എന്ന് വെച്ചാൽ പറയുക, എല്ലാം ഞാൻ സാധിപ്പിച്ചു തരാം. ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ഭവാന്റെ വാക്കിനെ ഞാൻ പ്രശംസിക്കുന്നു. എന്തായാലും ഭവാന്റെ ദൂതന്മാർ ഉടനെ പുരിയിലേക്ക് പോകട്ടെ. നമ്മൾ ഈ യുദ്ധം ജയിച്ച വൃത്താന്തം ഇഷ്ടജനങ്ങളോട് പറയുവാനും ഭവാന്റെ വിജയം ആഘോഷിക്കുന്നതിനും ഏർപ്പാട് ചെയ്യുക. ഇങ്ങനെ യുധിഷ്ഠിരന്റെ വാക്ക് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ വിരാട നഗരിയിലേക്ക് അയച്ചു. അതേസമയം മത്സ്യരാജാവ് പശുക്കളെ രക്ഷിക്കുവാൻ ത്രിഗർത്തന്മാരോട് എതിർക്കുന്ന തക്കം നോക്കി മത്സ്യരാജ്യത്ത് സുയോധനൻ എത്തി. ഭീഷ്മൻ, ദ്രോണൻ, കർണൻ ഇങ്ങനെ എല്ലാവരും വന്ന് മറ്റൊരു വഴിയിൽ കൂടെ ഈ പശുക്കളെ കൊണ്ടുപോയി. 60,000 പശുക്കളെയും അടിച്ചാട്ടി കൊണ്ടുപോയി. ഈ ഒരു വൃത്താന്തം അറിയിക്കാൻ ആ ഗോരക്ഷാപാലകൻ ഓടി വന്ന് വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ അപ്പോഴുണ്ടായിരുന്ന ഉത്തരനോട്, രാജാവിന്റെ മകനായ ഉത്തരനോട് പറഞ്ഞു. എന്നാൽ ഉത്തരൻ പറഞ്ഞു, എനിക്ക് നല്ലൊരു സൂതനുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നല്ലൊരു വില്ലുമായി ചെന്ന് പശുക്കളെ പിന്തുടർന്നേനെ. പക്ഷെ എന്ത് ചെയ്യാം, എന്റെ സാരഥി ഈ അടുത്ത കാലത്ത് മരിച്ചുപോയല്ലോ. എനിക്ക് നല്ലൊരു സാരഥി ഇല്ല. എനിക്ക് തക്കതായ ഒരു തേരാളിയെ കിട്ടിയാൽ ഉടനെ ചെന്ന് ശത്രുപടയിലേക്ക് കടന്ന് ആ കുരു സൈന്യത്തെയൊക്കെ ഞാൻ ജയിച്ചേനെ. ഇങ്ങനെയൊക്കെ രാജാവിന്റെ മകൻ പറഞ്ഞത് കൃഷ്ണ അർജുനനോട് പോയി പറഞ്ഞു. കരാറ് പ്രകാരമുള്ള അജ്ഞാതവാസം കഴിഞ്ഞ ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവം ബൃഹന്നളയോട് ആ ഉത്തരന്റെ സാരഥിയായി പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അർജുനൻ പറഞ്ഞു, നീ പോയി ഉത്തരനോട് ഞാൻ പറഞ്ഞതായി പറയുക. അർജുനന്റെ സാരഥ്യം വഹിച്ച ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മതി. അതായത് ബൃഹന്നള പറഞ്ഞയക്കുകയാണ് സൈരന്ധ്രിയോട്. കാരണം പണ്ട് ഇവരൊക്കെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഇനി ഇത് പറഞ്ഞാൽ വിശ്വസിക്കും. അപ്പൊ ബൃഹന്നള പറഞ്ഞയക്കുകയാണ്, ഞാൻ പണ്ട് അർജുനന്റെ സാരഥിയായിട്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ നടുവിൽ വെച്ച് അയാൾ വീണ്ടും ഇപ്രകാരം അർജുനന്റെ പേരെടുത്ത് പറഞ്ഞു. അതായത് ഉത്തരൻ അർജുനൻ ഉണ്ടെങ്കിലും ഞാൻ അവനെ തോൽപ്പിച്ചേനെ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് കേട്ട് പാഞ്ചാലിക്ക് സഹിച്ചില്ല. അങ്ങനെ സ്ത്രീകളുടെ നടുവിൽ അവന്റെ മുമ്പിൽ നേരിട്ട് ചെന്ന് പറഞ്ഞു, പാർത്ഥന്റെ സാരഥ്യം വഹിച്ചിരുന്ന ആളാണ് ബൃഹന്നള എന്നവൾ. അവളിപ്പോൾ ഒരു നപുംസകമാണെങ്കിൽ പോലും ആ മഹാത്മാവിന്റെ വില്ലാളികളിൽ യോഗ്യനായ ഒരു ശിഷ്യനായിരുന്നു അവനെന്നോ അവളെന്നോ പറയാം. പണ്ട് ഞാനും പാണ്ഡവന്മാരുടെ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഈ ബൃഹന്നളയുടെ പാടവം കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഉത്തരൻ പറഞ്ഞു, സൈരന്ധ്രി, ഇപ്രകാരം അറിയുന്ന യുവാവിന് ഷണ്ഡത്വം ഒട്ടും ചേർന്നതല്ല. പക്ഷേ ബൃഹന്നള പെണ്ണിനോട് ഇത് പറയുവാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. നീ എന്റെ അശ്വങ്ങളെ പിടിക്കുക എന്ന് ഒരു ആണായ ഞാൻ എങ്ങനെയാണ് ഒരു പെണ്ണിനോട് പറയുക? അത് നാണക്കേടാണ്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, രാജകുമാര, നിന്റെ ഇളയ സഹോദരി ഉത്തരയില്ലേ, അവളോട് പറയൂ. അവൾ ചെന്ന് ബൃഹന്നളയോട് പറഞ്ഞുകൊള്ളും. ഇങ്ങനെ ഉത്തര പറഞ്ഞതനുസരിച്ചിട്ട് ബൃഹന്നള ഉത്തരന്റെ സാരഥിയായി പുറപ്പെടുകയാണ്. മഹാഭാരതം